LGയുടെ 2026 മോഡൽ 1 ടൺ 3 സ്റ്റാർ ഇൻവെർട്ടർ AC പരിചയപ്പെടാം. 2025 നിന്നും 2026 വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട മാറ്റം ഡ്യുവൽ ഇൻവെർട്ടർ ആയിരുന്ന AC സ്മാർട്ട് ഇൻവെർട്ടർ ആയി. എല്ലാ മോഡൽസും അല്ല, എൻട്രി ലെവൽ മോഡൽസ് 1 ടൺ 3 സ്റ്റാറും 1.5 ടൺ 3 സ്റ്റാറും ബാക്കി എല്ലാ മോഡൽസും 4 സ്റ്റാറും 5 സ്റ്റാറും ഡ്യുവൽ ഇൻവെർട്ടർ തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് 1 ടൺ 3 സ്റ്റാർ ASQ12JNXE എന്ന് പറയുന്ന മോഡലാണ്. 2026 മോഡലാണ്. ഇതൊരു എൻട്രി ലെവൽ മോഡലാണ്. 29,500 ഏകദേശം ഒരു മാർക്കറ്റ് പ്രൈസ് വരുന്നത്. ഇതൊരു എൻട്രി ലെവൽ മോഡൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മോഡൽ സ്മാർട്ട് ഇൻവെർട്ടർ ആണ്. സ്മാർട്ട് ഇൻവെർട്ടറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ റോട്ടറി ആയിരിക്കും വരുന്നത്. സൈലന്റ് വർക്കിംഗ് ആണ്, പവർ സേവിംഗ് ആണ്. മുമ്പത്തെ ഡ്യുവൽ ഇൻവെർട്ടർ പോലെ തന്നെ ഫാസ്റ്റ് കൂളിംഗ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ ഡ്യുവൽ ഇൻവെർട്ടർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസങ്ങളുണ്ട്. പ്രൊഡക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 മോഡൽ എങ്ങനെയായിരുന്നോ ആ ഒരു സെയിം ഡിസൈൻ പാറ്റേണിലാണ് മോഡൽ വരുന്നത്. ഈ ഒരു ഇൻഡോർ യൂണിറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും. മുകളിലായിട്ട് നമുക്ക് ഈസി ക്ലീൻ ഫിൽറ്റർ വരുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് അതെടുത്ത് ക്ലീൻ ആക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഉള്ളിലുള്ള ഫിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഷ്യൻ ബ്ലാക്ക് പ്രൊട്ടക്ഷൻ കോട്ടിംഗ് ആണ് കമ്പനി ഇതിൽ കൊടുത്തേക്കുന്നത്. വളരെ എളുപ്പത്തിൽ ക്ലീൻ ആക്കാനും ആ ഫിങ്സ് തുരുമ്പ് പിടിക്കാതിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും. പുതിയ ACകളെല്ലാം തന്നെ കോപ്പറാണ്. പക്ഷെ ആ കോപ്പറിന്റെ തിക്നെസ്സിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട് പ്രൈസ് കുറയ്ക്കാനായിട്ട്. LGയുടെ ACയുടെ കോപ്പർ എന്ന് പറയുന്നത് ഹൈ ഗ്രൂഡ് കോപ്പറാണ് വരുന്നത്. തിക്നെസ് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഗ്യാസ് ലീക്ക് കുറവായിരിക്കും. ഔട്ട്ഡോർ യൂണിറ്റ് വരുന്നതാണ്. നിങ്ങൾ ഇതിൻ്റെ ആ ഒരു സൈഡിൽ കോപ്പർ ട്യൂബ് കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ഇത്തരത്തിലൊരു കവറിങ് കൊടുത്തിട്ടുണ്ട്, ഒരു പ്രൊട്ടക്റ്റിംഗ് പോലെ. നല്ല കാര്യമാണ്, പല മോഡൽസിലും അത് കണ്ടുവരാറില്ല. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു കോട്ടിംഗ് വരുന്നുണ്ട്. ഗോൾഡ് ഫിങ് പ്ലസ് കോട്ടിംഗ് എന്നാണ് കമ്പനി ഇതിനെ പറയുന്നത്. ഓഷ്യൻ ബ്ലാക്ക് അതിൻ്റെ ഫിങ്സുകളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നോ ആ രീതിയിൽ തന്നെ നമുക്കിത് പ്രൊട്ടക്ട് ചെയ്യും. ഈ ഒരു ഫിങ്സ് തുരുമ്പ് പിടിക്കാതിരിക്കാനും ക്ലീൻ ആക്കാനുള്ള എളുപ്പത്തിനും ഹീറ്റ് കുറയ്ക്കാനും ഇത് സഹായിക്കും. ഇനി ഓഷ്യൻ ബ്ലാക്ക് ആണോ ഈ ഒരു ഗോൾഡ് ഫിങ് പ്ലസ് കോട്ടിംഗ് ആണോ ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നത് ഓഷ്യൻ ബ്ലാക്ക് ആണ്. മുമ്പത്തെ ACകൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്ഡോറിന്റെ ഈ ഫിങ്സുകളിൽ ഓഷ്യൻ ബ്ലാക്ക് ആയിരുന്നു. ഇൻഡോറും ഔട്ട്ഡോറും കണക്ട് ചെയ്യാനായുള്ള കോപ്പർ ട്യൂബ് വരുന്നതാണ്. 3 മീറ്റർ ഇതിന് നീളം വരുന്നുണ്ട്. ബോക്സിലായിട്ട് ഇൻഡോറും ഔട്ട്ഡോറും കണക്ട് ചെയ്യാനായിട്ടുള്ള കേബിൾ വരുന്നുണ്ട്. പുതിയ മോഡൽ റിമോട്ട് വരുന്നതാണ്. വളരെ സ്ലിം ആയിട്ടുള്ള റിമോട്ടാണ്. റിമോട്ടിന്റെ ഡിസ്പ്ലേയിൽ ലൈറ്റ് വരുന്നുണ്ട്, നമുക്ക് നൈറ്റ് ഒക്കെ കാണാനായിട്ട്. 2026 മോഡല് പുതിയ മോഡലിന്റെ റിമോട്ടിനെ പറ്റി ഞാൻ ഫുൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ പുതിയ AC എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിലും എടുത്തവരാണെന്നുണ്ടെങ്കിലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഫംഗ്ഷൻസ് ഒക്കെ ഞാൻ കുറച്ചും കൂടി നല്ല രീതിയിൽ അതിൽ പറഞ്ഞിട്ടുണ്ട്. പുതിയ മോഡൽ ACകളെല്ലാം തന്നെ കൺവെർട്ടബിൾ AC ആണ്. LGയുടെ AC വരുന്നത് 6-in-1 കൺവെർട്ടബിൾ ആണ്. റിമോട്ടിൽ നമുക്ക് അതിന്റെ ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യണമെങ്കിൽ AC എന്ന് നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേയിൽ കാണാനായിട്ട് സാധിക്കും. ഓട്ടോ കൂളിംഗ് അല്ലെങ്കിൽ AI കൂളിംഗ്. നമ്മുടെ റൂമിന്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ കൂളിംഗ് സെറ്റ് ആവുന്ന രീതിയാണത്. പിന്നെയും പ്രസ് ചെയ്യണമെങ്കിൽ 80% ഡിസ്പ്ലേയിൽ റിമോട്ടിന്റെ ഡിസ്പ്ലേയിൽ കാണാനായിട്ട് സാധിക്കും. 0.8 ആയിട്ട് നിങ്ങളുടെ AC വർക്ക് ചെയ്യും. 1 ടൺ ആയിരിക്കുന്ന AC 0.8 ആയിട്ട് കൺവേർട്ട് ചെയ്ത് വർക്ക് ചെയ്യും. പിന്നെയും പ്രസ് ചെയ്യണമെങ്കിൽ 60%, 0.6 ആയിട്ട് നിങ്ങളുടെ AC വർക്ക് ചെയ്യും. പിന്നെയും പ്രസ് ചെയ്യണമെങ്കിൽ 40%, 0.4 ആയിട്ട് നിങ്ങളുടെ AC വർക്ക് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ 1 ടൺ ആയിരിക്കുന്ന AC നമ്മൾ കൺവേർട്ട് ചെയ്ത് അത് 10 കുറയ്ക്കണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റൂമിന്റെ സൈസ് ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ 10 കുറച്ച് ഉപയോഗിക്കാം. അതുപോലെ നൈറ്റ് മൊത്തമായിട്ട് ഉപയോഗിക്കണം എങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ 1 ടൺ ആയിരിക്കുന്ന AC 0.6 0.4 ഒക്കെ ആയിട്ട് കുറച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. റിമോട്ടിൽ VIR വിരാട് എന്ന് പറഞ്ഞൊരു സ്വിച്ച് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യണമെങ്കിൽ ഡിസ്പ്ലേയിൽ HC അല്ലെങ്കിൽ ഹൈ കൂള് അല്ലെങ്കിൽ ഹിമാലയൻ കൂള് എന്നൊക്കെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. ഇത്തരത്തിൽ HC ആക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ടൺ ആയിരിക്കുന്ന AC 1.1 ടൺ ആയിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ ഉപയോഗിക്കണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റൂം വളരെ ഫാസ്റ്റ് ആയിട്ട് കൂളാവാനായിട്ട്. 1 ടൺ ആയിരിക്കുന്ന AC 1.1 ടൺ ആവുകയല്ലേ, അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് കൂളാവാനും അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ ഒത്തിരി പേരുണ്ട് അപ്പോൾ പെട്ടെന്ന് കൂളാക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. LGയുടെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആയിട്ട് കമ്പനി എടുത്തു പറയുന്ന ഒരു ഓപ്ഷനാണ് ഹിം ക്ലീനിങ്. ഇതൊരു സെൽഫ് ക്ലീനിങ് ഓപ്ഷൻ ആണ്. 30 മിനിറ്റ് ആണ് ഇതിന് വേണ്ടി വരുന്ന സമയം. ഈ ഒരു റെഡ് സ്വിച്ചിന് താഴെയുള്ള ഈ സ്വിംഗ് ബട്ടൺ നിങ്ങൾ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഹിം ക്ലീനിങ് ആക്റ്റീവ് ആകും. ഡിസ്പ്ലേയിൽ FC എന്ന് എഴുതി കാണിക്കും. ഇതിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു 30 മിനിറ്റ് ആണ് ഇതിന് വേണ്ടി വരുന്ന സമയം. ഈ ഒരു ഔട്ട്ഡോർ യൂണിറ്റ് ഹൈ എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് ഈ ഒരു ഇൻഡോറിന്റെ ഉള്ളിൽ അതിന്റെ ആ ഒരു ഫിങ്സിൽ കോപ്പർ ട്യൂബിലൊക്കെ ഐസ് ചെറിയ ക്രിസ്റ്റലായിട്ട് ഐസ് ഫോം ആകും. അങ്ങനെ ഐസ് നല്ല രീതിയിൽ ഫോം ആയതിനു ശേഷം ഈ ഒരു ഔട്ട്ഡോർ ഓഫ് ആകും. ഇൻഡോർ അതിനുശേഷം വർക്ക് ചെയ്യും. അപ്പോൾ ചെറിയ ഹീറ്റിംഗ് അവിടെ വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്ഡോർ ഓഫ് ആവുകയാണ്, ഇൻഡോർ വർക്ക് ചെയ്യാണ്. അപ്പോൾ അവിടെ ചെറിയ രീതിയിൽ ഹീറ്റിംഗ്
ഹീറ്റിംഗ് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഐസ് മെൽറ്റ് ചെയ്ത് കളയും. ഒരു വാട്ടർ സർവീസ് പോലെ എന്നൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. അത്രയൊന്നും ഇല്ലെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പൊടി, ഫിങ്സിൻ്റെ ഉള്ളിലുള്ള പൊടികൾ, ചെറിയ ഫംഗസ്, ബാക്ടീരിയ ഒക്കെ നീക്കം ചെയ്യാനായിട്ട് ഈ ഒരു ഫംഗ്ഷൻ വളരെ ഹെൽപ്ഫുൾ ആണ്. മറ്റൊരു ഫംഗ്ഷനാണ് ഡയറ്റ്. ഈ ഒരു ഫംഗ്ഷൻ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 75% പവർ സേവിംഗ് ആണ് കമ്പനി അവകാശപ്പെടുന്നത്. നൈറ്റ് മൊത്തമായിട്ട് ഉപയോഗിക്കാനൊക്കെ അല്ലെങ്കിൽ ഡേയും നൈറ്റും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അതുപോലെ നല്ല രീതിയിൽ കൂളായതിനു ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് മാറ്റിയിട്ടിട്ടും ഉപയോഗിക്കുക. ഈ ഒരു ഫംഗ്ഷനിൽ കൂളിംഗ് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ കറണ്ട് കൺസപ്ഷനും കുറവായിരിക്കും. വാറണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 വർഷം AC-യുടെ കംപ്രസറിന് മാത്രം വാറണ്ടി വരുന്നുണ്ട്. 5 വർഷം PCB ബോർഡിന്, ഇൻഡോർ ഔട്ട്ഡോർ PCB ബോർഡിന് വാറണ്ടി വരുന്നുണ്ട്. 5 വർഷം മോട്ടറിന് വാറണ്ടി വരുന്നുണ്ട്. ഈ ഒരു ബ്ലോവർ മോട്ടറിന്, അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഫാൻ മോട്ടറിനൊക്കെ 5 വർഷം വാറണ്ടി വരുന്നുണ്ട്. 1 ഇയർ ആണ് പ്രൊഡക്റ്റിന്റെ ഫുൾ കവർ ആയിട്ടുള്ള ഗ്യാസ് അടക്കം ഉള്ള വാറണ്ടി വരുന്നത്. 1 ഇയർ ആയിരിക്കും. ഇനി AC ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സെറ്റിംഗ് ചാർജ് വരും. 699 പ്ലസ് GST ആണ് ഇപ്പൊ ഇൻസ്റ്റാളേഷൻ ചാർജ് വരുന്നത്. നിങ്ങൾക്ക് സ്റ്റാൻഡ് വേണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഔട്ട്ഡോർ യൂണിറ്റ് വെക്കാനുള്ള സ്റ്റാൻഡ് വേണമെന്നുണ്ടെങ്കിൽ 1000 അല്ലെങ്കിൽ 1200 രൂപ അഡീഷണലും വരും.